ഹായ് മച്ചന്മാരെ, എല്ലാവരും അടിപൊളിയായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മളന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംപ്ലിഫയർ സെറ്റ് ചെയ്യലാണ്. സബ് ആംപ്ലിഫയർ, അത് മോണോ ബ്ലോക്ക് ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ഉപയോഗിക്കാനുള്ള ബോർഡ്. അപ്പോൾ 6 ട്രാൻസിസ്റ്ററാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 6 ട്രാൻസിസ്റ്ററാണ് ഇതിൻ്റെ ബോർഡ്. ഒരു 55 വോൾട്ടാണ് ഈ ബോർഡ്. അത്യാവശ്യം നല്ല പവറുള്ള ബോർഡാണ്. ഒരു 400 വാട്ട്സൊക്കെ RMS കിട്ടാവുന്ന ബോർഡാണ് ഈ ബോർഡ്. അപ്പോൾ ഒരു 55 വോൾട്ട് വരെ ലാസ്റ്റ് സപ്ലൈ കൊടുക്കാം അതിന്. അപ്പോൾ ഇതിൽ സപ്ലൈയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൽ പ്ലസ് 0 മൈനസ്, പിന്നെ അതുപോലെ ഇൻപുട്ട് ഇതിലാണ് ഇതിൻ്റെ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ ഇതിൻ്റെ സ്പീക്കർ ഔട്ട് ഇതിലാണ്, സ്പീക്കറിൻ്റെ ഇത് റീച്ചിങ്ങും കാര്യങ്ങളൊന്നും ഇതിനെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതേപോലെയാണ് ഈ ബോർഡ് വരുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ മെയിൻ ബോർഡ് ഇതാണ്. പിന്നെ ഇതിൻ്റെ SMBS അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത SMBS ആണ്. അടിപൊളി നല്ല PCBയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ടാർഗറ്റ് റോഡിൻ്റെ ട്രാൻസ്ഫോമറൊക്കെയാണ് ഇതിന് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് DC to DC കൺവെർട്ടറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സർക്യൂട്ടും കാര്യങ്ങളും പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയറിലാണ്. അപ്പോൾ ഇതും ഇതിപ്പോൾ DC ആണ്. നമ്മൾ വണ്ടികൾക്കുള്ള ആംപ്ലിഫയറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ട്രാവലർ, ബസ്, അതുപോലെ ഓട്ടോറിക്ഷ, കാറ് അതിലൊക്കെ ഉപയോഗിക്കാം. അത്യാവശ്യം 2 JBL ഒക്കെ നമുക്ക് കൊടുത്ത് ലോഡ് ചെയ്യാം. JBLൻ്റെ സെയിം വാട്ട്സുള്ള ഓഫറുകളൊക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. ഏത് ഓഫർ വേണമെങ്കിലും JBL, ഡൈനിറ്റിയ, എസ്പോഡാ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല പവറുള്ള സാധനമാണ് ഇപ്പോൾ ഇത്. പിന്നെ അതേപോലത്തെ ഒരു സ്റ്റീരിയോ ഗെയിം ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ഫിൽറ്റർ ബോർഡുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഫിൽറ്റർ ബോർഡിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ സ്റ്റീരിയോ കണക്ഷൻ മോണോ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ. 2 റെസിസ്റ്റൻസ് ഫസ്റ്റ് ഷോർട്ട് ചെയ്തിട്ടാണ് ഫസ്റ്റത്തെ ഇൻപുട്ടിൽ നിന്ന് കയറി പോകുന്നത് ഇതിലേക്ക് ഗെയിനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി സ്റ്റീരിയോ ആയിട്ടുള്ള വർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലും പ്ലസ് മൈനസ് 0. ഇത് 18 വോൾട്ട് ബോർഡാണിത്. ഇത് 27 വോൾട്ട് ബോർഡാണിത്. ഇതിന് പ്ലസ് 0 മൈനസ് ഇവിടെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഇതാണ്. ഇവിടെ 2 പിന്ന് വന്നിട്ടുള്ളതാണ് ഔട്ട്പുട്ട്. ഇതാ ലെഫ്റ്റ് ഇന്ന് എഴുതിയിട്ടുള്ളതാണ് ഗ്രൗണ്ട്, സെൻട്രലിലാണ് ഗ്രൗണ്ട് 6, ലെഫ്റ്റ് റൈറ്റ് സെൻട്രലിലുള്ള ഗ്രൗണ്ടാണ് ഇതിൻ്റെ. അപ്പോൾ ഇത്രയും കണക്ഷനുകളാണ് ഇതിൻ്റെ മീതിയുള്ളൂ. പിന്നെ അതുപോലെ SMBSൻ്റെ കണക്ഷനും അതേപോലെ ഇതിൻ്റെ മീതി തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ SMBSൽ ഇതാണ് സ്വിച്ച് കണക്ഷൻ, ഇതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ 12 വോൾട്ട് DC കൊടുക്കാനുള്ള കണക്ഷനാണിത്. ഇത് ഔട്ട്പുട്ട്. ഇത് 35 നമുക്കിതിലൊരു സബ് ഊഫർ മാത്രമേ വർക്ക് ചെയ്യിക്കുന്നുണ്ടോ. അപ്പോൾ അത് 35 ചെറിയൊരു റെസിസ്റ്റൻസിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 40 വോൾട്ടോളം നമുക്ക് കിട്ടും. അപ്പോൾ അത്രയും ഇതാണ് നമുക്ക് ഈ SMBSന് വേണ്ടോ. അപ്പോൾ അതിനുള്ള അനുസരിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതേപോലത്തെ ഒരു ക്യാബിനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ക്യാബിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ 100K കൺട്രോളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, 2 കൺട്രോള്. പിന്നെ ഇതിലുള്ള ഇൻപുട്ടിലും ഔട്ട്പുട്ടിലുള്ള കപ്പാസിറ്ററുകളൊക്കെ നമ്മൾ മാറ്റുന്നുണ്ട്. അത് 1MFD കപ്പാസിറ്റർ ആക്കണം, അതാണ് സ്മൂത്തായിട്ടുള്ള വർക്കിംഗ് കിട്ടുള്ളൂ. പിന്നെ അതിൽ ഇൻപുട്ടിലുള്ള റെസിസ്റ്റൻസ് മാറ്റുന്നുണ്ട്. അത് 15K ആണ് റെസിസ്റ്റൻസ്. പിന്നെ അതേപോലെ ഹീറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു ഹീറ്റ് സിങ് ആണ്. ഹീറ്റ് സിങ് അവർ തന്നിട്ടില്ല. അപ്പോൾ ഹീറ്റ് സിങ് നമ്മൾ സെപ്പറേറ്റ് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഹീറ്റ് സിങ്. അപ്പോൾ ഇതിൻ്റെ ഫാനുകൾ 2 ഒരു ACB, പിന്നെ ഒരു 12 വോൾട്ട് ഫാന്, നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലൊക്കെ വരുന്ന സൈസ് ഫാനാണ്. അതിപ്പോൾ ആംപ്ലിഫയറുകളിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ്. പിന്നെ ചെറിയൊരു ഫാൻ, അത് നമ്മളെ SMBSന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫാന്. പിന്നെ ഇതേപോലത്തെ ഒരു ബുഷ് കിറ്റ്. പിന്നെ അതുപോലെ ഇങ്ങനത്തെ ഒരു വയറ്, 1mm വയറാണത്, AC വയർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതേപോലത്തെ റിബൺ വയറാണ് നമ്മൾ പിന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് കൺട്രോളുകൾക്കും കാര്യങ്ങൾക്കൊക്കെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്വിച്ച്, കൺട്രോളിൻ്റെ നോബ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതേപോലത്തെ സ്വിച്ചാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അത് 4 ആമ്പിയർ 250 വോൾട്ട് വരെ കൊടുക്കാമെന്നാണ് ഇതിലേക്ക് പറഞ്ഞിട്ടുള്ളത്. നമുക്കിതിന് ഈ സ്വിച്ചിനെല്ലാം ലോഡ് വരിക മെയിനായിട്ട്. ഇതിലേക്ക് ഡയറക്റ്റ് സപ്ലൈ ആണ്. പിന്നെ സ്വിച്ചിങ് മാത്രമാണ് സെപ്പറേറ്റ് കൊടുത്തിട്ടുള്ളത്. അത് കൺട്രോളിൻ്റെ നോബ്, പിന്നെ RC സോക്കറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ, ബോർഡ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ, അത് ഈ ബോർഡ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ ട്രാൻസിസ്റ്ററുകൾ നമ്മളെ ബോഡിയുടെ മീതെ ഹീറ്റ്സിങ്ങിൻ്റെ മീതെ ടച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഷീൽഡ്, അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഹീറ്റ്സിങ് എമൗണ്ടൊക്കെ ഇട്ടിട്ടാണ് അത് സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം. എന്നാലാണ് നമുക്കൊരു ആംപ്ലിഫയർ സെറ്റ് ചെയ്യാനുള്ള ഫുൾ ഐഡിയ കിട്ടും. ഇലക്ട്രോണിക്സ് പഠിക്കുന്നവർക്കും അതുപോലെ പുതിയതായിട്ട് ഇലക്ട്രോണിക്സിനെ പറ്റിയ ഐഡിയകളുള്ളവർക്കും ഇങ്ങനെ ആംപ്ലിഫയറുകളൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം. അപ്പോൾ നിങ്ങളിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ കാര്യങ്ങൾ നോക്കാം, നമുക്കിത് സെറ്റിങ് നോക്കാതിരിക്കാം. ഞാൻ വലിച്ചു നീട്ടുന്നില്ല വീഡിയോ.
അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഈ ബോർഡുകളൊക്കെ കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും മാർക്ക് ചെയ്തെടുക്കുക കറക്റ്റായിട്ട്. അതിൻ്റെ ഹോള് ഡ്രില്ല് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുനപ്പഞ്ച എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് തുളയ്ക്കുക. ഡ്രില്ലുള്ള ഒരു ഡ്രില്ല് കൊണ്ട് തന്നെ തുളയ്ക്കുക നല്ല ക്ലിയറായിട്ട്. അതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്യുക എല്ലാ ഹോളുകളും. ബോർഡുകൾ പിടിപ്പിക്കാനുള്ള ബോർഡുകളൊക്കെ ആദ്യം നമ്മൾ കറക്റ്റായി വെച്ചതിന് ശേഷം വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്തെടുക്കുക, ക്ലിയറായിട്ട് മാർക്ക് ചെയ്തെടുക്കുക എല്ലാ ബോർഡുകൾക്കും. അതുപോലെ ഈർച്ചിങ് പിടിപ്പിക്കാനുള്ളതും അതേപോലെ ഈ ഫിൽട്ടർ ബോർഡ് വെക്കാനുള്ളതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്തെങ്കിലും മുനയുള്ള സാധനം വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രില്ല് ഉപയോഗിച്ചിട്ട് ഹോൾ അടിക്കുക. അപ്പോൾ നമുക്ക് ഇനി ഹോൾ അടിക്കുക, അതിന് ശേഷം നോക്കാം. അതുപോലെ നമ്മൾ മെയിൻ ബോർഡ് ഇതേപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഈർച്ചിങ്ങിന് വെച്ചിട്ട് ഹോൾ തുളയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പിടിപ്പിക്കാനുള്ള ഹോൾ നമ്മൾ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഈർച്ചിങ് ഇങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോൾ ബോർഡ് ശരിക്കും നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെയാണ് വെക്കുക ക്യാബിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ ഹോളുകളൊക്കെ മാർക്ക് ചെയ്തെടുത്തിട്ട് തുളച്ചിട്ട് എടുക്കാം നമുക്ക് ഇനി. അപ്പോൾ നമ്മളിതിൻ്റെ ഈർച്ചിങ്ങിൻ്റെ ഹോളുകളൊക്കെ തുളച്ചിട്ടുണ്ട് ട്രാൻസിസ്റ്റർ ഉറപ്പിക്കാനുള്ളത്. അപ്പോൾ നമ്മളിതിന് ഈർച്ചിങ് കോമ്പൗണ്ട് ഇടാണ്. അപ്പോൾ വീഡിയോ ലേശം ലെങ്തി ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം, എന്നാലാണ് ഇതിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഐഡിയകളും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതിന് ഈർച്ചിങ് കോമ്പൗണ്ട് സെറ്റ് ചെയ്യാണ്. എല്ലാ ട്രാൻസിസ്റ്ററും നമ്മൾ ഈർച്ചിങ് കോമ്പൗണ്ട് വെച്ചിട്ട് അതിൻ്റെ ഷീൽഡും വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അതിന് ഷോർട്ട് ആവാനും ഇതിനൊക്കെ ട്രാൻസിസ്റ്ററുകൾ തമ്മിൽ ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1943 തോഷിബ എന്നിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ 5200 ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 6 ട്രാൻസിസ്റ്ററാണ് ഇതിലുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി പവറുള്ള ആംപ്ലിഫയറാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 സബ് കൊടുത്താലും വലിയധികം ഇണക്കം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് സെറ്റിങ്സ് തുടങ്ങാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇനി ബാക്കി ഇതിനും ഇത് ഈർച്ചിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിൻ്റെ ശേഷം നോക്കാം. അപ്പോൾ ഈർച്ചിങ് കോമ്പൗണ്ട് നമ്മൾ തേച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തേക്കും നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് സെറ്റാക്കുകയാണ്, ഇതേപോലെ സെറ്റാക്കുകയാണ് എല്ലായിടത്തേക്കും. അതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ഷീൽഡ് ഇതിന് ഇത് വയ്ക്കുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഈർച്ചിങ് കോമ്പൗണ്ട് ക്ലിയറായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം നമ്മൾ ഷീൽഡ് സെറ്റ് ചെയ്യുകയാണ്. ഇതിന് ഇത് ബോഡി ഈർച്ചിങ്ങിന് ഇത് ടച്ച് ആവാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ സാധനം ഇതാക്കി ഈർച്ചിങ് കോമ്പൗണ്ട് സെറ്റാക്കി. ഇനി ഇതേപോലെ ഇതിൻ്റെ മീതെ നമ്മൾ കറക്റ്റ് ഷീൽഡുകൾ വെച്ച് കൊടുക്കുകയാണ്. ഹോള് കറക്റ്റാക്കിയിട്ട് ഷീൽഡുകൾ വെച്ചിട്ടാണ് നമ്മൾ സ്ക്രൂ ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഷീൽഡുകൾ വെച്ച് കൊടുക്കുക ടച്ച് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 6 നമ്മൾ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ തമ്മിൽ ഷോർട്ടായി കഴിഞ്ഞാൽ ബോർഡ് പോകാൻ സാധ്യതയുണ്ട്. ബോർഡ് മാത്രമല്ല SMBS ഒക്കെ പോവും, അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ ഷീൽഡുകൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിന് ഇത് സ്ക്രൂ ചെയ്യേണ്ടത് നമ്മളത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഷീൽഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അപ്പം ഇനി നമുക്ക് ഇതിന് ഇത് വെച്ചിട്ട് സ്ക്രൂ ചെയ്യാണ് ഇനി നമുക്ക് വേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യാത്. അതേപോലെ സ്ക്രൂകൾ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുള്ള സ്ക്രൂകൾ തന്നെ ഹോളിലേക്ക് കറക്റ്റായിട്ടുള്ള സ്ക്രൂകൾ തന്നെ എടുക്കുക. എന്നിട്ട് ഹോള് അടിച്ചതിൻ്റെ അതിലേക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ക്രൂ ഇട്ടിട്ട് നോക്കാം ഇനി ബാക്കി. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ബോർഡിൻ്റെ ഈർച്ചിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ക്യാബിനിക്ക് സെറ്റ് ചെയ്യാം. ക്യാബിനിക്ക് സെറ്റ് ചെയ്യാനായിട്ട് മുന്നേ എല്ലാ ബോർഡുകൾക്കും നമുക്ക് വയർ കൊടുക്കാം. വയർ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +, 0, -. അതേപോലെ തന്നെയാണ് SMBSൻ്റെ മീതിയും വരുന്ന കണക്ഷൻ. അതേപോലെ സെയിമിൽ തന്നെ നമ്മൾ ആ കണക്ഷൻ കൊടുക്കുക. +, 0, -. ഈ പ്ലസ് അതിൻ്റെ പ്ലസ്സിലേക്കും അതേപോലെ 0, 0ലേക്കും -, നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതും തമ്മിലുള്ള സപ്ലൈ കറക്റ്റായി. പിന്നെ ഇതിൻ്റെ 12 വോൾട്ട് കണക്ഷനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വയറുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാം. 12 വോൾട്ട് കണക്ഷൻ ബാറ്ററി കണക്ഷൻ വരുന്നത് ഇതിലാണ് കണക്ഷൻ വരുന്നത്. അതിവിടെ കറക്റ്റ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് 12 വോൾട്ട് DC എന്നുള്ളത്. ഇത് തൊട്ട് കാണുന്ന ചെറിയ പിന്ന് കാണുന്നത് ഇത് സ്വിച്ചിലേക്കുള്ള കണക്ഷനാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഫാൻ്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. എന്നിട്ട് നോക്കാം നമുക്ക്. അതുപോലെ ഇതിലേക്കും ഡുവൽ സപ്ലൈ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. അത് 27/027 ഡുവൽ സപ്ലൈ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഈ വോൾട്ടേജ് കൊടുത്തുകൊണ്ട് ഈ ബോർഡ് പോകുന്നില്ല. അപ്പോൾ അത് 40 വോൾട്ട് ആക്കിയിട്ടുണ്ട് നമ്മൾ ഈ SMBS. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് അതിലേക്ക് കൊടുക്കാം. ഇതിലും അതേപോലെ കണക്ഷൻ കൊടുക്കണം. പിന്നെ അതേപോലെ നമ്മൾ ഈ ഗെയിം ബോർഡിന് ഡുവൽ സപ്ലൈ ആണ്. അപ്പോൾ ഇത് 18 വോൾട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ 2 റെസിസ്റ്റൻസ് ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് 18 വോൾട്ട് ആക്കിയിട്ട്. അപ്പോൾ 10K റെസിസ്റ്റൻസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വോൾട്ടേജ് കിട്ടും. 1K ഇട്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇട്ടിട്ടൊന്ന് നോക്കിയൊക്കെ നമുക്ക് അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ വരണേന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വയറുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാം. വയർ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് നമ്മൾ. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് കട്ടറല്ല. കട്ടർ കൊണ്ട് നമുക്ക് വലിയ താല്പര്യമില്ല. പിടിച്ച് വലിക്കാനൊക്കെ നിൽക്കണം. നമ്മൾ കത്തര കൊണ്ടാണ്. ഒരു കമ്പി പോലും കട്ടാവില്ല. നമുക്ക് അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയ കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഈ കത്തരയാണ് ഉപയോഗിക്കാറ്. ഈ വയറിൻ്റെ കമ്പികളൊക്കെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ സ്ലീവ് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പോസിറ്റീവിൽ റെഡ് കൊടുക്കുക, 0ൽ മഞ്ഞ കൊടുക്കുക, അതുപോലെ -ൽ ബ്ലാക്ക് കൊടുക്കുക. അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ കണക്ഷനുകൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. കണക്ഷനുകളൊക്കെ എല്ലാ ബോർഡിനും കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം.
അപ്പോൾ SMS-ൻ്റെ വയറുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് -0 മഞ്ഞ, അതേപോലെ റെഡ് പോസിറ്റീവ്, മൈനസ് ബ്ലാക്ക്. അപ്പോൾ നമ്മളിതിൽ ഫാൻ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇതിൻ്റെ മോസ്പെറ്റുകൾ ചൂടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ഇവിടുത്തെ സ്വിച്ച് കണക്ഷനിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരെണ്ണം സ്വിച്ച് കണക്ഷനിലേക്കും ഒരെണ്ണം അതിൻ്റെ നെഗറ്റീവിലേക്കും, ബോർഡിൻ്റെ നെഗറ്റീവിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്വിച്ച് ഓൺ ആകുമ്പോൾ ഈ ഫാനും തിരിയും. അതേപോലെ വേറൊരു ഫാൻ കൂടി ഉണ്ട്, അത് മെയിൻ ബോർഡിനെ കൂളിങ്ങിനുള്ളൊരു ഫാനാണത്. അത് നമ്മൾ ഇതേ കണക്ഷൻ തന്നെയാണ് അതിലേക്കും കൊടുക്കുന്നത്. അപ്പോൾ അത് നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഫാൻ നമ്മൾ ക്യാബിനിൽ ഉറപ്പിക്കാൻ പോവാണ്. അപ്പോൾ അത് ഇന്നായിട്ടും വയ്ക്കാം, ഔട്ടായിട്ടും വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇന്നിലേക്കാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഭാഗമാണ് കാറ്റ് പുറത്തേക്ക് തള്ളുന്ന ഭാഗം, ഇത് വലിക്കുന്ന ഭാഗമാണ് ഈ ഫാനിൻ്റെ. അപ്പോൾ അത് CPUൻ്റെ ഉള്ളിലൊക്കെ വരുന്ന സൈസ് ഫാൻ തന്നെയാണ്. അത് ആംപ്ലിഫയറുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫാൻ നമ്മൾ ഇതിൽ നെട്ടും ബോൾട്ടിട്ട് ഉറപ്പിക്കുകയാണ്. ഇതിൽ ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് ഇനി ഈ SMPS സെറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് മെയിൻ ബോർഡ് സെറ്റ് ചെയ്യുക, എന്നിട്ട് കണക്ഷനുകളൊക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ RC സോക്കറ്റ്, അതേപോലെ ഇതിൻ്റെ ഫാനൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ SMPS നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ SMPSൻ്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ നോക്കാം, അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്വിച്ച് കണക്ഷൻ. അപ്പോൾ സ്വിച്ച് കണക്ഷൻ ഇതിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ സ്വിച്ച് കണക്ഷനിലേക്കാണ് ഈ രണ്ട് ഫാൻ്റെയും കണക്ഷനുകൾ നമ്മൾ കൊടുക്കുന്നത് ഒരുമിച്ചിട്ട്. അപ്പോൾ ഇതേപോലെയാണ് രണ്ട് ഫാൻ്റെ കണക്ഷനുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ഫാൻ്റെ വയറുകളും കറക്റ്റായിട്ട് ഒരേപോലെ കട്ട് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ കണക്ഷനുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ട് പ്ലസും രണ്ട് മൈനസും ഓരോ വയറാക്കുക, അതേപോലെ കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വല്ല കട്ടറൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം. നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാരണം നമുക്ക് കത്തര കൊണ്ടാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ കട്ട് ചെയ്ത് പിടിച്ച് വലിക്കാനൊക്കെ നിൽക്കണം, സ്റ്റിപ്പിങ് കട്ടർ കൊണ്ടാകുമ്പോൾ. അപ്പോൾ അതേപോലെ രണ്ട് വയർ നമ്മൾ പിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ SMPSക്കുള്ള കണക്ഷനുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് DC വയർ ബാറ്ററിയിലേക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ DC പ്ലസ് മൈനസ്, ബ്ലാക്കും റെഡും. പിന്നെ അതുപോലെ സ്വിച്ച് കണക്ഷൻ ഇതാണ്. സ്വിച്ച് കണക്ഷൻ ഇതാ ഇങ്ങനെയാണ് പോയിട്ടുള്ളത്. അതിലേക്കാണ് നമ്മൾ ഫാനിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അത് ഈ SMPSൻ്റെ ബാക്കിൽ നമ്മൾ വേറെ ഫാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ മെയിൻ ബോർഡിനുള്ള കൂളിങ്ങിനുള്ള ഒരു ഫാനും, അതിന് രണ്ട് കണക്ഷൻ നെഗറ്റീവും ആ സ്വിച്ചിൽ നിന്ന് വരുന്ന പോസിറ്റീവും കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്വിച്ചിൻ്റെ മറ്റേ എൻഡ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവിലേക്കാണ്. പിന്നെ അതേപോലെ ബോർഡിൻ്റെ മീതെ എഴുതിയിട്ടുള്ള പോലെ തന്നെ +0 മൈനസ് എന്നുള്ള കണക്ഷനിലേക്കാണ് നമ്മൾ മെയിൻ ബോർഡിലേക്ക് കൊടുക്കാനുള്ള കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മെയിൻ ബോർഡിലേക്ക് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ അത് ബോർഡ് അതിന് മുന്നേ നമുക്ക് ഈ SMPS ബോർഡ് ഇതിൽ ഉറപ്പിക്കാം. അപ്പോൾ നമ്മളതിന് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഉറപ്പിക്കുന്നത്. സ്ക്രൂവും അതിൻ്റെ സ്പേസറും വെച്ചിട്ടാണ്. ഇതേപോലെ സ്പേസർ ഇട്ടിട്ടാണ് നമ്മൾ ഇത് ഉറപ്പിക്കുന്നത്. അതിൻ്റെ മീതെ സ്ക്രൂവും നെട്ടും ബോൾട്ടും വെച്ചിട്ട്. അപ്പോൾ നമുക്കത് ഉറപ്പിക്കാം. നമ്മൾ അധികം ലെങ്ത്താക്കി പോകുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് നോക്കാം, ബോർഡുകൾ ഉറപ്പിച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ബോർഡൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ വയറ് കാര്യങ്ങളൊക്കെ ഇതാണ്. മെയിൻ ബോർഡിൽ കൊടുക്കാനുള്ള വയറാണ്. ഇതാണ് DC വയർ. DC വയർ അവിടെ എഴുതിയിട്ടുണ്ട് കറക്റ്റായിട്ട് പ്ലസ് മൈനസ്. പിന്നെ അതുപോലെ സ്വിച്ച് കണക്ഷൻ ഇതാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. സ്പീക്കർ വയറാണ് സ്വിച്ച് കണക്ഷൻ ഇട്ടിട്ടുള്ളത്. അധികം ലോഡ് വരണമെന്നല്ല, എന്നാലും നമ്മൾ മീഡിയം കനുള്ള വയർ ഇട്ടിട്ടുണ്ട് അതിന്. ഈ വയർ നമ്മൾ DC വയർ നമ്മൾ നേരെ ബാക്കിൽ ഹോളുണ്ട്, ഹോൾ കൂടെ പുറത്തേക്ക് എടുക്കുകയാണ്. സ്പീക്കർ സോക്കറ്റ് പിടിപ്പിക്കുന്നില്ല. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിലേക്ക് ആയ കാരണം അത് വൈബ്രേഷനും ജർക്കിങ് ഒക്കെ ഉള്ള കാരണം അത് സ്പാർക്കിങ് വരാനും ബോർഡ് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം നമ്മളത് ചെയ്യണില്ല. ഇനി നമുക്ക് അപ്പോൾ SMPS എന്നുള്ള മെയിൻ കണക്ഷൻ നമ്മൾ മെയിനായിട്ടുള്ള കണക്ഷൻ നമ്മൾ ഇതിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതേപോലെ നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ കണക്ഷനുകളൊക്കെ കറക്റ്റായിട്ടാണ് നമ്മൾ SMPSൻ്റെ അതേപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പോസിറ്റീവ് ഇതാ ഈ ഹോളിലാണ് പോസിറ്റീവ് വന്നിട്ടുള്ളത്. പോസിറ്റീവ് അതിന് ഇത് എഴുതിയിട്ടുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ആയിട്ട് അതിൽ തന്നെ കൊടുക്കുക. അപ്പോൾ അതിൽ പോസിറ്റീവ് നമ്മളതിൽ കൊടുത്തു. അതുപോലെ 0 നമ്മൾ സെൻറ്ററിൽ കൊടുത്തു, മഞ്ഞ വയർ. നെഗറ്റീവ് അതുപോലെ നെഗറ്റീവിൻ്റെ കണക്ഷനിലും കൊടുത്തു. അപ്പോൾ ഈ 3 വയർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇതേപോലെ കൊടുത്തു. ഇനിയിപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് സോൾഡർ ചെയ്യാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ സോൾഡർ ചെയ്തതിൻ്റെ ശേഷം നോക്കാം. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ബോർഡിൻ്റെ ഇൻപുട്ടിൽ 4.7 ആണ് കപ്പാസിറ്റർ കിടക്കണത്, 63 വോൾട്ട്. അപ്പോൾ അത് നമ്മൾ 1 MFD കപ്പാസിറ്റർ 63 വോൾട്ട് ആക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇൻപുട്ടിൽ കിടക്കുന്ന കപ്പാസിറ്റർ. അപ്പോൾ ലാസ്റ്റ് വൺ സ്മൂത്തായിട്ട് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. അതുപോലെ ഈ ബോർഡിൻ്റെയും ഔട്ട്പുട്ടിൽ 10 MFD കപ്പാസിറ്ററാണ് കിടക്കുന്നത്. അത് നമ്മൾ മാറ്റിയിട്ട് 1 MFD ആക്കാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കൺട്രോളിലേക്ക് കൊടുക്കുന്ന കണക്ഷനാണിത്. അപ്പോൾ അതിൻ്റെ വരുന്ന കണക്ഷനിലും ഇതേപോലെ 10 MFD ആണ് കിടക്കുന്നത്. ആ കപ്പാസിറ്റർ നമ്മൾ മാറ്റുന്നുണ്ട്. ഈ ബോർഡിൻ്റെ കംപ്ലീറ്റ് കണക്ഷനുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇൻപുട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഔട്ട്പുട്ട് ഇതാണ് അതിൻ്റെ പ്ലസ് മൈനസ് 0. അപ്പോൾ നമ്മൾ ഇതിൽ കൊടുത്ത പോലെ തന്നെ അതിലേക്ക് പ്ലസ് മൈനസ് 0 ഈ ബോർഡ് നിർത്തിട്ടാണ് നമ്മൾ കൊടുക്കണം. മെയിൻ ബോർഡ് നിർത്തിട്ടാണ് കൊടുക്കണം. അതിൽ നിന്നുള്ള കണക്ഷനാണ് നമ്മൾ എടുത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഗെയിം ബോർഡും കണക്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് കണക്ഷൻ കൊടുത്തിട്ട് നോക്കാം.
അപ്പോൾ മറ്റന്മാരെ നമ്മളെല്ലാ കണക്ഷനുകളും കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ കൺട്രോളിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കൺട്രോൾ ഒരെണ്ണം കൊടുത്തിട്ടുള്ളൂ, ട്രാവലറിലേക്കുള്ളതാണ്. അപ്പോൾ അത് കാരണം അത് ഇടയ്ക്കിടയ്ക്ക് തിരിപ്പിക്കാനും പറ്റില്ല, സീറ്റിൻ്റെ അടിയിൽ സെറ്റ് ചെയ്യണ ഒറ്റ കൺട്രോൾ കൊടുത്തിട്ടുള്ളൂ നമ്മൾ. അതുപോലെ സെപ്പറേറ്റ് ഗെയിൻ്റെ കൺട്രോളൊന്നും കൊടുത്തിട്ടില്ല, ഒറ്റ വോളിയം കൺട്രോൾ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ബാസിനുകൾ. അപ്പോൾ നമ്മൾ ഈ മെയിൻ ബോർഡിൽ നിന്ന് വരുന്ന ഇന്നിൽ നിന്ന് വരുന്ന മെയിൻ വയർ എടുത്തിട്ട് നമ്മൾ ഈ കൺട്രോളിൻ്റെ രണ്ടാമത്തെ സെൻറ്റർ പോയിന്റിലാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഗെയിം ബോർഡിൽ നിന്ന് വരുന്നത് ഔട്ട് വയർ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റത്തെ പിന്നിലാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ മെയിൻ ബോർഡിൻ്റെ എർത്ത് ലാസ്റ്റ് പിന്നിലും, അതേപോലെ ഗെയിം ബാസ് ഫിൽറ്റർ ബോർഡിൻ്റെ എർത്ത് വയർ എടുത്തിട്ട് നമ്മൾ കൺട്രോളിൻ്റെ ലാസ്റ്റ് പിന്നിലും കൂടി രണ്ടും കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് കൺട്രോളിലേക്കുള്ള കണക്ഷനുള്ളൂ. അപ്പോൾ ഇതാണ് ഗെയിം ബോർഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗെയിം ബോർഡിൽ നിന്ന് ഉള്ള ഇന്നാണ് നമ്മൾ നേരെ ഈ RC സോക്കറ്റിലേക്ക് കൊടുത്തിട്ടുള്ളത്. RC സോക്കറ്റിൽ നിന്ന് നേരെ ഇതിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് സെൻറ്റർ വരുന്ന എർത്ത് വയറാണ് RC സോക്കറ്റിൻ്റെ എർത്തിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്ലസ് മൈനസ് 0 അതേപോലെ തന്നെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് മെയിൻ ബോർഡിൻ്റെ ഇതിലേക്ക്. അതേപോലെ ഗെയിം ബോർഡിൻ്റെയും പ്ലസ് മൈനസ് 0 ഈ മെയിൻ ബോർഡിൻ്റെ ഇതിലേക്ക് തന്നെ കൊടുത്തിട്ടുള്ളത്. എല്ലാറ്റിലേക്കുള്ള സപ്ലൈ ഒറ്റ SMBSൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഈ കൺട്രോളിൻ്റെ എല്ലാ കണക്ഷനുകളും കഴിഞ്ഞു. അതുപോലെ സ്പീക്കർ ലൈൻ നമ്മൾ ഈ മഞ്ഞ ലൈനാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിലൊരു കെട്ടിട്ടുള്ള വയറാണ് ഇതിൻ്റെ പോസിറ്റീവ്. അപ്പോൾ ഈ ബോർഡിൻ്റെ മീത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് പ്ലസ് മൈനസ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരുവിധം വയറിങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് ഇനി സ്വിച്ച് കണക്ഷൻ മാത്രമാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഡയൽ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് സ്വിച്ച് കണക്ഷനും കൊടുക്കാം, കൺട്രോളും വെക്കാം. ഒരു കൺട്രോൾ നമ്മൾ ഡെമ്മിയായിട്ട് വെറുതെ വെക്കണുള്ളൂ. ഹായ് മച്ചന്മാരെ, അപ്പോൾ നമ്മളെ ആംപ്ലിഫയറിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞു, എല്ലാ പരിപാടികളും കഴിഞ്ഞു. നമുക്ക് ഇനി ഇതൊന്ന് ഓണാക്കി നോക്കി നോക്കാം. നമ്മളിപ്പോൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, സ്പീക്കർ ലൈൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ സമയം ഓവറാവും, വീഡിയോ മര്യാദ ലെങ്ത് ആവും. അത് കാരണം നമ്മൾ ചെക്കിങ്ങൊന്നുമില്ല, വെറുതെ ഒന്ന് ഓണാക്കിയിട്ട് നോക്കുക. കംപ്ലീറ്റ് വയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ നമ്മൾ ഓണാക്കി നമ്മളിപ്പോൾ ഈ ഇതിൻ്റെ ഇതിൽ തന്നെയാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈറ്റ് ഫാനൊക്കെ തിരിയുന്നുണ്ട്, ഫാൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നു തോന്നുന്നു. അപ്പോൾ ഫാനൊക്കെ തിരിയുന്നുണ്ട്, ഫാൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നു തോന്നുന്നു. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് വർക്കിംഗ് ആണ്. ഇനി ഇതിലേക്ക് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ സാധനം ഓക്കെ ആയി. അപ്പോൾ ഇത്രയുള്ള അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിതിൻ്റെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കമൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു, നന്ദി, നമസ്കാരം.